സെമിനാരിയുടെ ദിശാതാബ്ദി ആഘോഷങ്ങൾക്കായി കടന്നു വന്നിട്ടുള്ള വിദേശ സഭാ പ്രതിനിധികളെ പരിചയപ്പെടുത്തുന്നതിനായി പരിശുദ്ധ സഭയുടെ എക്യുമെനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസിഡന്റും തിരുവനന്തപുരം ഭദ്രാസന മെത്രാപ്പൊലീത്തയുമായിരിക്കുന്ന അഭിവന്ദ്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ സാദരം ക്ഷണിക്കുന്നു. His Grace Dr. Gabriel Mar Gregorius, Metropolitan, President of the Ecumenical Relations of the Church, will introduce the members of the Joint International Commission for Theological Dialogue between the Catholic and the Oriental Orthodox Churches who are present here. Good God, Your Eminences, Your Graces, very Reverend Corpus Scopoi, Reverend Fathers, Reverend Convent, faithful and friends, I request delegates of the Oriental Orthodox churches and also the delegates of the Catholic Church to permit me to introduce them to the public. May I remind the members of the Commission for the dialogue between the Oriental churches and the Catholic Church 200 years ago, in 1815, when the seminary was founded, we were starting a new era. A new light of literacy was lit 200 years ago. And this light, in effect, transformed the whole society in Kerala. It reformed the community, not only the Orthodox, not only the Christian, but all the society. And this reformation transformed the whole society. It was, in a way, a religious institution that we started, but simultaneously it was the beginning of a secular society, secular education too. We are very happy that you could be present on this August occasion. കഴിഞ്ഞ ജനുവരി മാസം 28 മുതൽ ഫെബ്രുവരി മാസം 1 ഇന്നലെ വരെ പാമ്പാക്കുടയിലുള്ള സമന്വയ എക്യുമെനിക്കൽ പഠന കേന്ദ്രത്തിൽ വെച്ച് കത്തോലിക്ക സഭയും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും തമ്മിലുള്ള സംവാദം, ദൈവശാസ്ത്ര സംവാദം നടക്കുകയുണ്ടായി. ഈ സംവാദത്തിൽ ഇറ്റലി, എത്തിയോപ്യ, ലെബനൻ, ഈജിപ്റ്റ്, USA, ഇസ്രായേൽ, ഇന്ത്യ, ഓസ്ട്രിയ, അർമേനിയ, ഓസ്ട്രേലിയ എന്നിങ്ങനെ 10 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സംബന്ധിക്കുകയായിരുന്നു. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും തമ്മിലുള്ള സംവാദത്തിൻ്റെ അടിസ്ഥാനം ക്രൈസ്തവ ചരിത്രത്തിൽ ആദ്യത്തെ 5 നൂറ്റാണ്ടുകളിൽ സഭകൾ തമ്മിലുണ്ടായിരുന്ന ഐക്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളും പൊതുധാരകളും കണ്ടെത്താനും അവ എങ്ങനെയെന്ന് സഭകളെ ഒന്നിപ്പിക്കുന്നതിനും ബന്ധങ്ങൾ സുദൃഢമാക്കുന്നതിനും ഉപകരിക്കും എന്നതായിരുന്നു സംവാദത്തിൻ്റെ മുഖ്യമായ പ്രമേയം. ഈ നടന്നു വന്നിരുന്ന സംവാദങ്ങളുടെ മുഖ്യമായ പ്രമേയം ഇക്കഴിഞ്ഞ ജനുവരി 28 മുതൽ ഫെബ്രുവരി 1 വരെയുള്ള തീയതികളിൽ പാമ്പാക്കുട വെച്ച് നടന്ന സംവാദ സംഗമത്തിൽ സഭകൾ തമ്മിൽ നടത്തിയിരുന്ന കത്തിടപാടുകൾ 1 മുതൽ 5 വരെയുള്ള നൂറ്റാണ്ടുകളിൽ
സന്ദർശനങ്ങൾ, തീർത്ഥയാത്രകൾ, സഭകൾ പുലർത്തിപ്പോന്ന ആരാധനകളുടെ സമാനതകൾ, അവയുടെ തനത് ദേശീയ സാംസ്കാരിക വൈവിധ്യങ്ങളും സംബന്ധിച്ച പഠനങ്ങളും ചർച്ചകളുമായിരുന്നു. ഇന്ന് സഭകൾ തമ്മിലുള്ള സംസർഗവും സമ്പർക്കവും ആഴമാക്കുന്നതിന് ആവശ്യമായ പുതിയ മാതൃക കണ്ടെത്താനും മാർഗരേഖകൾ രൂപപ്പെടുത്താനും ഈ സംവാദം അവസരമുണ്ടാക്കി എന്ന് നിസ്സംശയം ഊന്നി പറയാം. ഈ സംവാദത്തിൽ കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ച് 11 പേരാണ് സംബന്ധിച്ചത്. ആദരണീയനായ കർദിനാൾ കുർട്ട് കോഹ്, വത്തിക്കാനിലെ ഐക്യ വിഭാഗത്തിൻ്റെ അധ്യക്ഷനാണ് അദ്ദേഹം. പൊന്തിഫിക്കൽ കമ്മീഷൻ ഫോർ പ്രൊമോഷൻ ഓഫ് ക്രിസ്ത്യൻ യൂണിറ്റി. അദ്ദേഹം ഇവിടെ പരിചയപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹം ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സന്ദേശം തൊട്ടുപിറകെ ഉണ്ടാവും. ഞാൻ ഇനിയും പേര് വിളിക്കുന്ന പ്രതിനിധികൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമെങ്കിൽ, ഇഫ് യു kindly stand as I call one by one, it would be greatly appreciated by the public. They could see you. Most Reverend Gabriel Gregorios from Italy. Could you please stand? He's from Ethiopia. Archbishop Basilios George Kasmusa he is also the Archbishop of Syrian Catholic Patriarchate, once in Iraq, now in Beirut. Most Reverend Johanna Golta from Cairo, the Bishop of the Catholic Church. Most Reverend Paul Rouhana, he often makes visit to India. He is the Bishop of Patriarchal Maronite Church in Lebanon. Reverend Father Columbus Stewart, he is Executive Director of the Hill Museum and Manuscript Library and Professor of Theology. He to visit. He has visited many times Old Seminary, Surrey, and several other places. Reverend Father Ronald Robertson, he is Associate Director, Secretariat for Ecumenical and Interreligious Affairs, United States Conference of Catholic Bishops. I would also say that he's a good photographer. Reverend Father Mark Sheridan, he belongs to is a Dormition Abbey, member of the Dormition Abbey, and now in Jerusalem, is professor of the seminary there, and a good professor. Reverend Father Matthew Valanical too is among the delegates, but he has some other important meeting today. He could not turn up. Professor Dietmar W. Winkler, he is a professor of Bible, വേദ വിജ്ഞാനീയത്തിലും വേദശാസ്ത്ര വിജ്ഞാനീയത്തിലും സഭ വിജ്ഞാനീയത്തിലും ആധികാരികമായി എഴുതുകയും അറിവുമുള്ള ആളാണ്. He is a very good scholar both in biblical studies and also in early history of the church, especially the Eastern churches, the Oriental churches. He is an authority. Reverend Father Gabriel Quicke, he is also from Vatican. He is the co-secretary of, along with our Johann Demetrius Metropolitan of the dialogue.
may I introduce to you, I have already introduced two delegates from the Armenian Church, from the Holy See of Echmiadzin, Armenian Orthodox Church, today during the Eucharistic worship. And besides them, and we have His Grace Bishop Barnaba. Bishop Barnaba is a member of one of the famous monasteries in Egypt, which is generally called Al-Suryani. And he is the Bishop of Turin in Italy, belonging to the Coptic Orthodox Church. His Grace Bishop Daniel, he too is a bishop of the Coptic Orthodox Church, he is Bishop of Sydney in Australia. His Grace Bishop Joachim Manukian and Reverend Father Shahe Ananian left for Calcutta to attend an important meeting of the Armenians in Calcutta this evening. And we have another good friend from the Ethiopian Orthodox Church, Reverend Father Daniel Feleke. He is a good scholar in Ethiopia. He is a professor of the Holy Trinity College in Addis Ababa. And many of us who have visited Ethiopia cannot forget him. He will always be there at the airport to receive us, representing His Holiness the Catholicos, Abuna Paulos of blessed memory, and also Abuna Matthias, the present Patriarch of Ethiopia. Father Dr. K.M. George, myself, and also His Grace Yohanan Demetrius, and Father Abraham Thomas, professor of this seminary, and also secretary of the Ecumenical Relations of the Orthodox Church. Now, we were also representatives of this dialogue representing the Oriental Orthodox churches. Oriental Orthodox സഭകളും കത്തോലിക്ക സഭയുമുള്ള തമ്മിലുള്ള സംവാദം തീർച്ചയായും സഭകളെ തമ്മിൽ ആഴത്തിൽ ബന്ധിപ്പിക്കുന്നതിനും ഐക്യത്തിൻ്റെ പുതിയ പാതകൾ വെട്ടിത്തുറക്കുന്നതിനും സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിചയപ്പെടുത്തൽ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു.